ഹലോ, ഇന്ന് നമ്മുടെ ഡേ 18 ആണ്. ഇന്നലെ ഞാൻ പറഞ്ഞതിൽ കുറച്ച് തെറ്റ് പറ്റിപ്പോയി, ഒന്ന് ക്ഷമിക്കണം. കാരണം എനിക്കിപ്പോൾ പ്രോപ്പറായിട്ട് വോയിസ് ഓവർ ഒന്നും കൊടുക്കാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കഴിച്ചത് ഒരു പൊറോട്ടയും വെജ് കുറുമയായിരുന്നു. എൻ്റെ സിറ്റുവേഷൻ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഇതൊക്കെ കഴിക്കാൻ പറ്റുന്നുള്ളൂ. ഇന്നലെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, നീ ഡയറ്റിൽ തന്നെയാണെന്ന്. അതെ, ഞാൻ ഡയറ്റിൽ തന്നെയാണ്. പക്ഷെ എനിക്ക് തിരിച്ച് ആ രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ കാര്യം ഓർത്ത് ആരും പറയേണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം ഓർത്ത് ചെയ്താൽ മതി. എന്നെ ഇപ്പോൾ ശാസിക്കാനും ശിക്ഷിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയും അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബാക്കിയും കൂടെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ അത് കഴിച്ചു. അതിനുശേഷം ഞാനൊരു 1 മണിയായപ്പോഴത്തേന് കപ്പ ബിരിയാണി കഴിച്ചത്. ഇതിൻ്റെ ഫുള്ള് ഞാൻ കഴിച്ചില്ല കേട്ടോ, ഹാഫാണ് കഴിച്ചത്. ഞങ്ങൾ ഷെയർ ചെയ്താണ് കഴിക്കുന്നത്. അപ്പോൾ ഹാഫ് ഞാൻ കഴിച്ചു, വേറെ ഫുള്ളൊന്നും കഴിക്കത്തില്ല. ഞാനിങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നുണ്ടെങ്കിലും അത്രയും ക്വാണ്ടിറ്റി ഞാൻ കഴിക്കുന്നില്ല കേട്ടോ. ഞാൻ ആ സാധനം ഓർഡർ ചെയ്ത് വരുമ്പോഴത്തേന് അങ്ങനെയാണ് അത് കാണിക്കുന്നത്, അല്ലാണ്ട് ഞാൻ ഫുള്ളും ഇത് കഴിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് തെറ്റിദ്ധരിക്കരുത് ഞാൻ അത്രയും കഴിക്കുന്നുണ്ടെന്ന്. അപ്പം എനിക്കെല്ലാം ഒന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു അലമ്പ് രീതിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ ബാക്ക് ടു ട്രാക്കിൽ എത്രയും പെട്ടെന്ന് വരുന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക, ഒന്ന് ക്ഷമിക്കുക. അപ്പം നമുക്ക് നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് കുഴപ്പമില്ല, ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് വെയിറ്റ് ഗെയിൻ ആവത്തില്ല. അത് ആ രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. പിന്നെ ഇവിടെ നല്ല സൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സ് ഉണ്ടായിരിക്കും. എനിക്ക് നോയ്സ് ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റുന്നില്ല. പിന്നെ ഞാൻ നടന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, കാരണം എനിക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ ഞാനൊരു 7000 സ്റ്റെപ്സോളം നടന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നടക്കുമ്പോൾ ഞാൻ കുറച്ച് സ്പീഡിൽ നടക്കാൻ ശ്രദ്ധിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് വിഗ്രസ് ആയിട്ട് നടക്കുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് കാലറി ബേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വിഗ്രസ് ആയിട്ടാണ് നടക്കുന്നത്. പിന്നീട് ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിക്കുമ്പോഴത്തേന് മാക്സിമം എത്ര ഇപ്പോൾ ജങ്ക്സ് തന്നെ കഴിക്കുന്നതുകൊണ്ട് തന്നെ എത്ര കുറച്ച് കഴിക്കാവോ അത്രയും കുറച്ച് ഞാൻ കഴിക്കത്തുള്ളൂ. ഓവറായിട്ട് ഞാൻ കഴിക്കുന്നേ ഇല്ല. പക്ഷേ ക്വാണ്ടിറ്റി കാണിക്കുമ്പോഴത്തേന് ഞാൻ എന്തായാലും നമുക്ക് ഒരു പോർഷനല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ, ആ പോർഷൻ്റെ ഹാഫാണ് ഞാൻ കഴിക്കാറ്. പക്ഷേ വീഡിയോസ് എടുക്കുമ്പോൾ അങ്ങനെ വരുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ അത്ര ഒന്നും കഴിക്കാറില്ല കേട്ടോ. അപ്പം പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വൈകിട്ട് ഒരു കട്ട്ലറ്റും കൂടെ കഴിച്ചു. അതോടുകൂടി ഇന്നത്തെ മീല് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ഒപ്പം വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, കാരണം ഞാൻ എൻ്റെ കറക്റ്റ് റൊട്ടീൻ ഞാൻ കാണിച്ചു തരാം വീട്ടിൽ വരുമ്പോഴത്തേനും. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ബൈ.